ഒരു മാസം വരെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു മിക്സഡ് ജ്യൂസ് പൾപ്പിൻ്റെ വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നുള്ളത്. അത് വെച്ച് നമുക്ക് വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ജ്യൂസ് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതിനുവേണ്ടി ഞാൻ 1/2 കിലോ ക്യാരറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു 5 സപ്പോട്ട എടുത്തിട്ടുണ്ട്. സപ്പോട്ട അധികം പഴുക്കരുത് കേട്ടോ, ഇതുപോലെ കുറച്ച് പഴുത്താൽ മതി. ഇതൊന്ന് പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ ഉണ്ടാവും, അത്രയും മതി. പിന്നെ ഒരു പേരക്കയാണ് വേണ്ടത്, നല്ല പഴുത്ത ഒരു പേരക്കയാണ്. അപ്പോൾ ഈ പേരക്ക നമുക്കൊന്ന് മുറിച്ചെടുക്കണം. അതേപോലെ തന്നെ ക്യാരറ്റും തൊലിയൊക്കെ നീക്കി ഞാനിതാ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ മുറിച്ചെടുത്താൽ മതി. ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വന്നാൽ തന്നെ നമുക്കിത് വെന്ത് കിട്ടും. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള പേരക്കയാണ്. അത് ഇതുപോലെ കട്ട് ചെയ്ത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കാഷ്യൂനട്ടാണ്. ഒരു 5-8 കാഷ്യൂനട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അത് തലേ ദിവസം തന്നെ ഇതുപോലെ വെള്ളത്തിൽ സോക്ക് ചെയ്തതാണ്. അപ്പോൾ അത് നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് ഇതിലിട്ട് കൊടുക്കാം. നല്ലൊരു ഹെൽത്തി ജ്യൂസാണ് കേട്ടോ. ഈ ഒരു പൾപ്പ് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഒരു മാസം വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കുക്കറിൽ വേവിക്കാൻ വെക്കുന്നുണ്ട്. വെറും 2 വിസിൽ വരുമ്പോൾ നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ കാഷ്യൂനട്ടാണെങ്കിൽ നിങ്ങൾ എന്തായാലും തലേ ദിവസം സോക്ക് ചെയ്ത് വെക്കാൻ മറക്കല്ലേ, എന്നാലേ നമുക്ക് ഇതിൻ്റെ കൂടെ നന്നായി വെന്ത് കിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇത് 2 വിസിൽ വന്നതിന് ശേഷം ഞാൻ ഓഫ് ചെയ്ത് നന്നായി തണുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം തന്നെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റും പേരക്കയും കാഷ്യൂനട്ടും ഒക്കെ വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായ സപ്പോട്ടയില്ലേ, അതിൻ്റെ തൊലിയും കുരുവൊക്കെ കളഞ്ഞ് ഇതിലിട്ട് എല്ലാം കൂടി ഒരുമിച്ച് അരച്ചെടുക്കണം. സപ്പോട്ട നമ്മൾ അധികം വേവിക്കരുത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതാ ഞാൻ നന്നായി തന്നെ അരച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനൊരു പാനിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല, കാരണം മധുരം വേണ്ടുന്നവർക്ക് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ചേർക്കാത്തത്. ഇനി കുറച്ച് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ഈ ജാർ കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഈ ജലാംശം ഒന്ന് പോയി കിട്ടാൻ മാത്രം നമ്മൾ അടുപ്പിൽ വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഓവർ കുക്ക് ചെയ്യരുത് കേട്ടോ. നമ്മൾ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം അധികം കുക്ക് ചെയ്യരുത്. ഈ സമയത്ത് ഞാൻ ഫ്ലേവറിന് വേണ്ടി 1 ടീസ്പൂൺ സിനമൺ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലേവറിന് മാത്രമല്ല, നമ്മളുടെ ഹെൽത്ത് വൈസും വളരെ നല്ലതാണ് കേട്ടോ സിനമൺ പൗഡർ, അതായത് പട്ട പൊടിച്ചതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് ഇപ്പോൾ നന്നായി ചൂട് വന്ന് തിളക്കാനിങ്ങനെ തുടങ്ങുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ പൊട്ടി തുടങ്ങുമല്ലോ. ഇപ്പോൾ നല്ല ബബിൾസായി പൊട്ടി തുടങ്ങുന്നുണ്ട്. ആ സമയത്ത് ഞാൻ ഓഫ് ചെയ്താണ് കേട്ടോ. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ടാവും. പിന്നെ തണുത്തതിന് ശേഷമാണ് ഞാനിതാ ബോട്ടിലേക്ക് ആക്കുന്നത്. തണുക്കാതെ നമ്മളൊരിക്കലും ബോട്ടിലേക്ക് സൂക്ഷിക്കരുത്. ഇത് വെച്ച് ഞാൻ ജ്യൂസ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. ഫ്രീസറിലൊന്നും സൂക്ഷിക്കണ്ട കേട്ടോ, ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. പക്ഷേ നല്ല സ്പൂൺ വെച്ച് എടുക്കുന്നത് മാത്രം. അപ്പം ഞാനിതെങ്ങനെ ജ്യൂസ് ഉണ്ടാക്കുന്നത് കൂടി കാണിച്ചു തരാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൾപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ 2 സ്കൂപ്പ് പൾപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അതിലേക്ക് കുറച്ച് പാലൊഴിക്കാം. ഞാൻ 500 ml പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി തന്നെ അടിച്ചെടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിതവിടെ ഏകദേശം 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. കാരണം നമ്മൾക്ക് ഈ സപ്പോട്ടയുടെ തന്നെ നല്ല മധുരമുണ്ട് ഇതിന്. അപ്പോൾ അധികം പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, നോക്കി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ്സും പിന്നെ കുറച്ച് സബ്ജ സീഡ്സ് ഞാൻ നേരത്തെ തന്നെ സോക്ക് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ, അതുകൂടി ചേർത്ത് കൊടുക്കാം നമുക്കിതിൻ്റെ മേലെ. ഇനി നമുക്ക് ഇതിലേക്ക് ജ്യൂസും ഒഴിച്ച് സെർവ് ചെയ്ത് കൊടുക്കാം. ഞാൻ 2 പേർക്കുള്ള ജ്യൂസാണ് ഇന്നിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നു കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഈ ചൂട് കാലത്തും നോമ്പ് കാലത്തും നല്ലൊരു ഹെൽത്തി ജ്യൂസാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പഞ്ചസാര ഇടാതെ വേണം നിങ്ങൾ ആദ്യം ട്രൈ ചെയ്ത് നോക്കാൻ. പഞ്ചസാര ഇടാതെ തന്നെ എനിക്ക് വളരെ മധുരമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് വേണമെങ്കിൽ മാത്രമേ നമ്മൾ പഞ്ചസാര ഇടേണ്ട ആവശ്യമുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.